വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന അതീറോസ്ക്ലിയറോസിസ് ആണ്. സോ നമ്മളിത് ഓൾറെഡി പാത്തോഫിസിയോളജി ഒക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് വലിയൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. സോ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, പ്ലാക്ക് ഫോർമേഷൻ ആണ് നമ്മുടെ ആർട്ടറിക്കാസ് ഉണ്ടാകുന്ന പ്ലാക്ക് ഫോർമേഷൻ ആണ് അതീറോസ്ക്ലിയറോസിസ്. സോ ഫസ്റ്റ് വൺ ഈസ് അതിറോമയാണ്. സോ ബേസിക്കലി നമുക്ക് ലംബുകൾ ഫോം ചെയ്യുക, ഒരു സോഫ്റ്റ് യെല്ലോയിഷ് മെറ്റീരിയൽ പോലെ നമ്മുടെ ഒരു ആർട്ടറി ലൂമൻ്റെ അടുത്ത് ഒരു ലംബ് ഫോം ചെയ്യുകയാണ് ചെയ്യുക. ആൻഡ് കൊളസ്ട്രോൾ ക്രിസ്റ്റൽസ് ലൈക്ക് നമ്മുടെ ആ ഒരു അണ്ടർലൈൻ ഏരിയയിൽ നമുക്ക് പ്ലാക്ക് ഫോം ചെയ്യുകയും പിന്നെ കാൽസിഫിക്കേഷനിലേക്ക് പോകും, പിന്നെ അഡ്വാൻസ്ഡ് ലീഷൻസിലേക്ക് മാറിപ്പോകുന്ന രീതിയിലേക്കുമാണ് ചെയ്യുന്നത് നോർമലി ഈ അത്രോമ പ്ലാക്ക് ഫോം ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പറയാൻ പോകുന്നത് അഫക്റ്റഡ് ആൻഡ് ഡിസീസ് ആണ്. സോ ഓൾറെഡി അതീറോസ്ക്ലിയറോസിസ് അല്ലെങ്കിൽ അത്രോമ പ്ലാക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഈ ഒരു പ്ലാക്ക് ഫോം ചെയ്യുന്ന കാരണം വേറെ എന്തൊക്കെ അസുഖങ്ങൾ വരാം? കാഡ് അല്ലെങ്കിൽ കോറണറി ആർട്ടറി ഡിസീസ് വരാം. സോ നമ്മളെ ബ്ലഡ് ഫ്ലോ കുറഞ്ഞുകൊണ്ട് നമുക്ക് ചെസ്റ്റ് പെയിനും അറ്റാക്ക് വരെ വരാം. ആൻഡ് കറോട്ടോയിഡ് ആർട്ടറി ഡിസീസ് ഉണ്ട്. ഈ കറോട്ടോയിഡ് ആർട്ടറിയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. സ്ട്രോക്സ് ഉണ്ടായിരിക്കാം, ബ്ലഡ് ഫ്ലോ ബ്രെയിനിലേക്ക് കുറയുന്ന കാരണം. നെക്സ്റ്റ് വൺ ഈസ് പാഡ് ആണ്, പെരിഫറൽ ആർട്ടറിയൽ ഡിസീസ് ആണ്. നമ്മുടെ ആർട്ടറി മേജർലി ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന നമ്മുടെ ലിംഫിലേക്കും പെൽഫിസിലേക്കും ഒക്കെ ബ്ലഡ് പമ്പ് ചെയ്യുന്ന ആർട്ടറീസിനെ തന്നെ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടേക്ക് ബ്ലഡ് പോവില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അങ്ങനെ നമ്പനെസ്, പെയിന് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എഴുതാന്നുള്ളതേ ഉള്ളൂ. സോ അതീറോസ്ക്ലിയറോസിന്റെ സിംറ്റം എങ്ങനെയാണ്? ഏർലി സ്റ്റേജിൽ അങ്ങനെ വലിയ സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും കാണണ്ടാവില്ല. കാര്യം നമുക്ക് അങ്ങനെ അറിയാൻ പറ്റത്തില്ല. ചെറിയൊരു ഹാർട്ട് റേറ്റ് സിംറ്റംസ് മാത്രമേ കാണുകയുള്ളൂ. ചെറിയൊരു വേദന, പിന്നെ ബ്ലഡ് ഫ്ലോ ഒക്കെ റെസിസ്റ്റൻസ് കാരണം ഹാർട്ട് മസിൽസിലൊക്കെ നമുക്ക് ചെറിയൊരു വേദന മാത്രമേ കാണുകയുള്ളൂ. അല്ലെങ്കിൽ ചെറിയൊരു നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടേ കാണിക്കത്തുള്ളൂ. പക്ഷെ പിന്നെ ആകുമ്പം ഹാർട്ട് റിലേറ്റ് സിംറ്റംസ് കാണിക്കുക, അതായത് മയോകാർഡിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലുള്ള സിംറ്റംസ് പിന്നെ കാണിക്കുകയും ബ്ലഡ് ഫ്ലോ റെസ്ട്രിക്റ്റ് ആവുകയും ചെയ്യുന്നു. ലെഗ് പെയിൻ നല്ലതുപോലെ ഉണ്ടായിരിക്കും, നമുക്ക് നടക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. ന്യൂറോളജിക്കൽ സിംറ്റംസിലേക്ക് ബ്ലഡ് ഫ്ലോ ഒക്കെ കുറയും, ബ്രെയിനിലേക്ക് പോകുന്ന ബ്ലഡ് ഫ്ലോ കുറയുക, ഇസ്മിക് അറ്റാക്ക് വരിക, ഡിസിനസ് വരിക, പിന്നെ സ്ട്രോക്ക് വരിക. ഇതൊക്കെയാണ് നോർമലി ഉണ്ടാവുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞാൽ. സോ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ മെഡിക്കേഷൻ നമുക്ക് കൊടുക്കാം. നമുക്ക് ഈ ഒരു പ്ലാക്ക് ഫോം ചെയ്തിരിക്കുന്നത് നമുക്ക് കളയാൻ വേണ്ടി നമുക്ക് ചെയ്യാം. പിന്നെ ബലൂൺ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാം. സോ നമ്മുടെ ബ്ലഡ് ഫ്ലോ അടക്കുന്ന ഒരു ബ്ലഡ് വെസലാന്ന് വിചാരിക്കുക. സോ ഒരു ബലൂണ് പോലത്തെ ഒരു സാധനം കൊണ്ട് അകത്തേക്ക് കയറ്റിയിട്ട് ഇത് വികസിപ്പിച്ച് നീക്കി രണ്ട് ഭാഗത്തിൽ നിർത്തും. അങ്ങനെ ബ്ലഡ് എന്തെങ്കിലും നോർമലി ഫ്ലോ ആയി പോകുന്ന രീതിയാണ് ബലൂൺ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുക. നാരോ ആയിട്ടുള്ള ബ്ലഡ് വെസൽസിനെ നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണെന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ഇസ് കോറണറി ആർട്ടറി ബൈപ്പാസ് ആണ്. സോ ഇവിടെ നമുക്ക് പ്ലാക്ക് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈപ്പാസ് ചെയ്ത് ബ്ലഡ് കടത്തി വിടുന്ന രീതിയാണ്. വേറെ ഒരു എക്സ്ട്രാ ഒരു വാൽവ് വെക്കില്ല, അതേപോലെ നമ്മൾ വെക്കുന്ന രീതിയാണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞാൽ. നമ്മൾ പറയാൻ പോകുന്ന കീറ്റോലൈസിസ് ആണ്. കീറ്റോൺ ബോഡി ലൈസിസ് ബ്രേക്ക് ഡൗൺ ആണ്. സോ ബേസിക്കലി ഈ കീറ്റോലൈസിസ് എന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു കീറ്റോൺ ഡയറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ, നമ്മളെ ബോഡിക്ക് പ്രോപ്പർ ആയിട്ടൊരു എനർജി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കീറ്റോൺസ് ബോഡീസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന രീതിയാണ്. ഇപ്പോൾ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്തോ ലോ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് ആണെന്നുണ്ടെങ്കിൽ കീറ്റോൺ ബോഡീസ് എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ഡൗൺ ആവുന്നു ആൻഡ് പ്രൊഡ്യൂസ് ചെയ്ത് ഒരു ഓൾട്ടർനേറ്റീവ് ഫ്യൂൽ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. സോ ബേസിക്കലി പ്രൊഡ്യൂസ് ഇൻ ലിവർ ഫ്രം ഫാറ്റി ആസിഡ് നിന്നാണ് ലിവറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എനർജി സോഴ്സ് പറയുകയാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് സോഴ്സ് ആണ്. ബ്രേക്ക് ഡൗൺ പ്രോസസ് ഉണ്ട്. കീറ്റോലൈസിസ് സ്പ്ലിറ്റ് കീറ്റോൺ ബോഡീസ് ഫോർ എനർജി. എന്താണ് കീറ്റോൺ ബോഡീസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായ എനർജി കൊടുക്കുന്നു. സോ ഫാറ്റി ലിവർ ഡിസീസ് ആണ്. സോ ബേസിക്കലി എല്ലാവർക്കും അറിയാം ഫാറ്റി ലിവർ ഡിസീസ്. അപ്പോൾ നോർമലി ഈ ആൽക്കഹോളിക് കണ്ടീഷൻ, ഹൈ റിച്ച് ഡയറ്റ് കഴിക്കുന്ന ആൾക്കാരിലൊക്കെയാണ് കൂടുതലായിട്ട് ഫാറ്റി ലിവർ കാണാറുള്ളത്. അപ്പോൾ ആൽക്കഹോളിക് കൺസപ്ഷനും ഇപ്പോൾ ഹൈപ്പർ ടെൻഷനോ ഒബീസിറ്റി ഒക്കെ ഇതിനൊരു കാരണമാണ് അല്ലെങ്കിൽ ഒരു കോസ് ആണ്. സോ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത് ബ്ലഡ് സ്ക്രീനിങ്, ഇമേജിംഗ് ടെസ്റ്റിംഗ്, ലീവർ ബയോപ്സി ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. സോ ട്രീറ്റ്മെന്റ് പറയുവാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ച്, വെയിറ്റ് ലോസ്, ആൽക്കഹോൾ ഇൻടേക്ക് കുറയ്ക്കുക, ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാറ്റി ലിവർ എന്ന അസുഖം കുറയ്ക്കാൻ പറ്റും. ലിവർ എൻലാർജ്മെന്റ് ആണ് ബേസിക്കലി അവിടെ നമുക്ക് കൊളസ്ട്രോളിന്റെ ഒക്കെ ഡെപ്പോസിഷൻ ഒക്കെ വരുന്നത് ഒരു കാരണത്താലാണ്. പിന്നെ അത് മാത്രമല്ല ലാർജ് വാക്യൂൾസ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്യുന്നു, ട്രൈഗ്ലിസറൈഡ് ഫാറ്റ് ഒക്കെ ലിവർ സെൽസിലൊക്കെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു, പ്രോസസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ കാരണമൊക്കെയാണ് ഇത് വരുന്നത്. നോർമലി ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ് കേട്ടോ. അതിൽ തന്നെ ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. സോ ഈ ഫാറ്റി ലിവർ ഡിസീസ് ഒരു റിവേഴ്സിബിൾ കണ്ടീഷൻ ആണ് കേട്ടോ. സോ ഞാൻ പറഞ്ഞതുപോലെ എങ്ങനെയുണ്ടാവുക, ലാർജ് വാക്യൂൾസ് ഉണ്ടായിരിക്കും, ട്രൈഗ്ലിസറൈഡ് ഫാറ്റിന് ലാർജ് വാക്യൂൾസുകൾ കയറി അക്യൂമുലേറ്റ് ചെയ്യുകയും അങ്ങനെ എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ ഒരു കണ്ടീഷനിലേക്ക് പോകുന്ന രീതിയാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഫാറ്റി ലിവർ ഡിസീസ് നമുക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം. സോ റുട്ടീൻ ബ്ലഡ് ചെക്ക് ചെയ്യാം, പിന്നെ CT സ്കാൻ, അൾട്രാ സ്കാൻ, MRI ഒക്കെ എടുത്ത് നമുക്ക് നോക്കാം. പിന്നെ ലിവർ
ബയോപ്സി ചെയ്യാം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്തെങ്കിലും ലിവർ ബയോപ്സി ചെയ്ത് നോക്കാം. പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ലിവർ ടിഷ്യൂ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. സോ ലിവർ ബയോപ്സി നമുക്ക് ചെയ്യാം. സോ ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച് പറയുവാണെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യുക, ഡയറ്ററി ഫാറ്റ് റെസ്ട്രിക്ഷൻ കൊടുക്കുക, എക്സസൈസ് ചെയ്യുക, ആൽക്കഹോൾ കുടിക്കുന്ന കുറയ്ക്കുകയോ അല്ലെങ്കിൽ നിർത്തുകയോ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതുന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. സോ നെക്സ്റ്റ് വൺ ഈസ് ഹൈപ്പർ കൊളസ്ട്രീമിയാണ്. സോ ഹൈപ്പർ കൊളസ്ട്രീമിയ ഹയർ കൊളസ്ട്രോൾ ലെവൽ തന്നെയാണ്. ബോഡിയിൽ കൂടുതലായിട്ട് കൊളസ്ട്രോൾ ഡെപ്പോസിഷൻ ഉണ്ടാവുകയും നമുക്കത് ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മളെ ബോഡി ഡെപ്പോസിറ്റ് ആയിക്കൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ ഹാർട്ട് ഡിസീസ് ആയാലും ഹാർട്ട് അറ്റാക്ക് ആയാലും സ്ട്രോക്കിനും കാരണമാകുന്നു എന്നുള്ളതാണ്. സോ ബേസിക്കലി കൊളസ്ട്രോളിന്റെ സ്ട്രക്ചർ അറിയണം. മോളിക്യൂൾ റെപ്രസെന്റിങ് ഓഫ് എൻ കൊളസ്ട്രോൾ സ്ട്രക്ചർ നമ്മൾ ആദ്യം അറിയണം. സോ ബേസിക്കലി കൊളസ്ട്രോളിന്റെ സ്ട്രക്ചർ നമ്മൾ എവിടെ കൊടുത്തിട്ടുണ്ട്, റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ പ്ലാക്ക് ഫോർമേഷൻ ആർത്തറിസിൽ ഉണ്ടാവാറുണ്ട്. പൊട്ടൻഷ്യൽ കോൺസിക്വൻസ് ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്. സോ കൊളസ്ട്രോളിനെ പറ്റി കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇപ്പോൾ കൊളസ്ട്രോളിനെ പറ്റി ഹൈപ്പർ കൊളസ്ട്രീമിനെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുക കേട്ടോ. സോ ടൈപ്പ് ഓഫ് കൊളസ്ട്രോൾ LDL, HDL, ട്രൈഗ്ലിസറൈഡ്. ഇത് നമ്മൾ എവിടെ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. സോ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. LDL ബാഡ് കൊളസ്ട്രോൾ ആണ്, HDL ഗുഡ് കൊളസ്ട്രോൾ ആണ്. ഇത് മാത്രം മനസ്സിലാക്കി വെക്കുക, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. സോ സിംറ്റംസ് ആണ്, അധികം കൊളസ്ട്രോൾ എന്നവർക്ക് സിംറ്റംസ് ഉണ്ടാവാറില്ല. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴേ അവർക്ക് സിംറ്റം കാണാൻ പറ്റുള്ളൂ. റെഗുലറായിട്ട് നമ്മൾ സ്ക്രീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ കൊളസ്ട്രോൾ കൂടി എന്നുള്ളത് നമുക്ക് ഒരിക്കലും അങ്ങനെ സിംറ്റമാറ്റിക്കലി അറിയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ടെസ്റ്റ് ചെയ്യണം, റൊട്ടീൻ ടെസ്റ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ട്രീറ്റ്മെന്റ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചിൽ മാറ്റം വരുത്തുക. നിങ്ങൾ ഡയറ്ററി ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കുക, എക്സസൈസ് ചെയ്യുക, മെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മെഡിക്കേഷൻ എടുക്കുക. കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ലോവറിംഗ് ഡ്രഗ്സ് ഉണ്ട്, സ്റ്റാറ്റിൻസ് പറയും, ലീവോസ്റ്റാറ്റിൻ, പ്രൊസോസ്റ്റാറ്റിൻ, അറ്റോർവാസ്റ്റാറ്റിൻ പോലെ സ്റ്റാറ്റിൻ മെഡിസിൻസ് എന്ന് പറയും കേട്ടോ. സ്റ്റാറ്റിൻ പോലുള്ള മെഡിസിൻസ് നമുക്ക് എടുക്കാം. പിന്നെ റെഗുലർലി മോണിറ്റർ ചെയ്യുക, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കുക. ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് പറയുന്നത്. സോ ഇത് കൊളസ്ട്രോളിന്റെ ലെവലും അതിന്റെ ബോർഡർ ലൈൻ എങ്ങനെയാണ് അല്ലെങ്കിൽ റെഫറൻസ് റേഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇത് ജസ്റ്റ് നോക്കി വെക്കുക. ഇറ്റ്സ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്, പക്ഷെ നോക്കി വെക്കുക. നിങ്ങൾക്ക് 2-3 നോക്കി വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടായിരിക്കും, എക്സാംസിനൊക്കെ എഴുതാൻ വേണ്ടി എളുപ്പം ഉണ്ടായിരിക്കും. മിക്കവാറും ബിലോ 200 ഒപ്റ്റിമൽ റേഞ്ച് കണ്ടോ നോക്കുവാണെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോൾ 200 അറ്റ്ലീസ്റ്റ് ടോട്ടൽ എങ്കിലും പഠിച്ചു വെക്കാം കേട്ടോ. ഇതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ കൊളസ്ട്രോൾ മാനേജ്മെന്റ് ഓൾറെഡി അറിയാമല്ലോ. കൊളസ്ട്രോൾ മരിക്കും മാനേജ് ഇല്ലെങ്കിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് എന്നുള്ളതാണ്. സോ മാനേജ്മെന്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയേ ഉള്ളൂ, ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്, അധികമൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ അത്തീറോസ്ക്ലിയോസിസ് എന്താണെന്ന് മനസ്സിലാക്കുക, ഡിഫറെൻറ്റ് കണ്ടീഷൻസ് മനസ്സിലാക്കുക. ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി എഴുതാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ നെക്സ്റ്റ് ഇനിയും ക്ലാസ്സസ് ഉണ്ട്, ആ ക്ലാസ്സുകളിൽ നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.